Hello and welcome back to my YouTube channel. If you're new here, എൻ്റെ പേര് ഷാരോൺ ജെയിംസ്. ഞാനൊരു UK മലയാളിയാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ നാട്ടിലുണ്ട് because I feel like I belong in this പച്ചപ്പും and ഹരിതാവും. ഇന്ന് നമ്മൾ എവിടെ പോവാ? Shopping. They don't know is that അവർക്ക് തുണി മേടിക്കാനാണ് ഞങ്ങൾ ഇന്ന് ആക്ച്വലി പുറത്ത് പോകുന്നത്. ഒരു 2 ആഴ്ചയായി ഞാൻ ശിവങ്ങളുടെ ഷിജാൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഓണസ്റ്റ്ലി ലൈക്ക് ഐ ഫീൽ ലൈക്ക് എ കുട്ടി അഗൈൻ. എൻ്റെ ചൈൽഡ്ഹുഡ് ഇസ് ബാക്ക്. സോ എൻ്റെ വീട്ടിൽ ഐ എം ദി എൽഡസ്റ്റ് ഡോട്ടർ. സോ ലെറ്റ്സ് ജസ്റ്റ് സേ ലൈക്ക് ഐ മെച്ചുവർഡ് വെരി ക്വിക്ക്ലി അറ്റ് എ യങ് ഏജ്. ഐ സേ ലൈക്ക് എൻ്റെ സിസ്റ്റേഴ്സിനെ ഞാനാണ് വളർത്തിയത്. അത് ദ ഫാക്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് പ്രസവിച്ചില്ല അവരെ. ഐ ഡൺ എവറിത്തിങ് എൽസ് ഫോർ ദം. ലൈക്ക് അവരുടെ പാമ്പർ മാറ്റിയിട്ടുണ്ട്, അവരെ പാല് കുടിപ്പിച്ചിട്ടുണ്ട്, അവരെ ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ട്, അവരുടെ ഛർദി പിടിച്ചിട്ടുണ്ട്. ആൻഡ് ദ ലിസ്റ്റ് ഗോസ് ഓൺ. അപ്പോഴും ലൈക്ക് അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ദേ ലൈക്ക് ചേച്ചിയോട് ചോദിക്കട്ടെ. Which I'm not complaining about, by the way, because I love them to bits and like അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. But it doesn't take away the fact that like I lost out on my childhood. ഞാൻ ഒരു കുട്ടിയായിട്ട് കളിച്ചുകൊണ്ട് നടക്കേണ്ട പ്രായത്തിൽ I learned വേറൊരു കുട്ടിയെ എങ്ങനെയാണ് താരാട്ടുപാട്ട് പാടി കടത്തി ഉറക്കേണ്ടതെന്ന്. And I've noticed that like നാട്ടിൽ വന്നാൽ പിന്നെ I've been much more playful. Like ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് നടക്കുക, like എല്ലാവരുടെ കൂടെ just having fun. I feel like a കുട്ടി again, a പട്ടിക്കുട്ടി again. The amount of love, care, attention that ഇവിടുത്തെ ആൾക്കാർ are giving me is unmatched. All of a sudden I feel like ഒരു responsibility ഒന്നും ഇല്ലാതെ I can just be and exist and like be taken care of, and it feels nice. And I feel so blessed that like even എൻ്റെ parents അല്ല, they're my uncles and aunties, but they're looking after me with so much care that I don't miss my parents right now. And how beautiful is that? എല്ലാവരും like Shibu uncle, Shija auntie and Shirley auntie that you've seen in like the older videos. People who are close to me know that like എൻ്റെ kind of love language എനിക്ക് ഭയങ്കര like സ്നേഹവും സന്തോഷമൊക്കെ തോന്നുമ്പോൾ I love buying things for people. Thoughtful gifts ആയിരിക്കണം. പക്ഷെ ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. But the other day she slipped up and she mentioned that like she really liked the color of this particular auntie's sari. I was like, let me get that for her. And uncleക്കും like I want to buy it or something for him. So ഞാൻ ഇന്നലെ തൊട്ട് I've been like ഇന്ന് എനിക്ക് ഷോപ്പിങ്ങിന് പോകണം and they think they're going for me, but it's actually for them. And also the other day I was wearing auntie's nightie and ഞാൻ കിടന്നോണ്ടിരുന്നപ്പോൾ തിരിഞ്ഞു പറഞ്ഞ നൈറ്റി കയറിപ്പോയി. I don't know how I managed that, so I need to replace a nightie for her as well. Right, now back to the video. So basically എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുവന്ന എൻ്റെ പൈസ എല്ലാം തീർന്നു പോയി. സോ ബാങ്കിൽ പോകണം. നിങ്ങൾ 50 പൗണ്ട് നോട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നത് എങ്ങനെ ഇരിക്കുന്നത്. സോ ഞങ്ങൾ പോയി ബാങ്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല, എവിടെയോ പോയി പൈസ മാറിയിട്ട് വേണം ഷോപ്പിങ്ങിന് പോകാൻ. ക്യാമറ ആക്ഷൻ. ഇതാണ് എൻ്റെ ഡ്രൈവർ പ്ലസ് ഫൈനാൻസ് മാനേജർ. Let's go. Que tú tienes el traje de baño chiquitito te queda. മതി. ഇത്തിരി ചോയ്സ് ആയാലും കൺഫ്യൂഷൻ അല്ലേ. അങ്കിൾക്ക് ഇവിടെ വരുമ്പോൾ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? സാധാരണ ഇവിടെ വരുമ്പം പറട്ടെ, ബാർബിക്യൂ ചിക്കൻ എത്ര പീസ് കഴിക്കും? കാണാത്ത പോലെ നിൽക്കുക. Hi guys, so excited.
ഇന്നലെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ലൈക്ക് there was a couple like വീടുകളൊക്കെ കയറാനുണ്ടായിരുന്നു and അതെല്ലാം കഴിഞ്ഞിട്ട് I was like now is not the time because ഇപ്പൊ സർപ്രൈസ് പൊളിച്ച് കഴിഞ്ഞാൽ like they're not gonna take it in, do you get me? So I'm about to go do it. So I knew like ഇപ്പൊ ഷീജാൻഡിയോട് ഞാൻ പറയും ആൻറ്റിക്ക് വേണ്ടി ഒരു സാരി മേടിക്കാൻ പോകുന്നുണ്ട് ആൻറ്റി ഒരു രീതിയിൽ എന്നെ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഷിബുങ് is a bit more easy to convince. ഞാൻ വാശി പിടിച്ച് പോയത് was like എനിക്ക് സാധനം മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് to distract her I was like എനിക്ക് ഹാഫ് സാരി നോക്കാം എന്നിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. I was like എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇനി സാരി നോക്കിയാലോ ടീസ് ചെയ്ത് ബുദ്ധി because straight away I was like സാരി നോക്കിയത് she would be like what because ഞാൻ സാരി ഇടാറില്ല. So she would be like ഒരു രീതിയിലും ഡൗട്ട് വരാൻ പാടില്ല ഡിഗമ്മി. അത് മേളിൽ ചെന്നിട്ടാണെങ്കിലും അവർ ചോദിച്ചു ലൈക്ക് മോൾക്കാണ് സാരി എടുക്കുന്നത് എന്നിട്ട് കുറെ കളറൊക്കെ എടുത്ത് കാണിച്ചു. I'm like secret like this was like a detective work പോലെ ഞാൻ സൈഡിൽ ഇങ്ങനെ നോക്കും like side eyeing ആൻറ്റി the whole time like ആൻറ്റി ഏതിലാ തൊടുന്നത് ഏത് kind of designs ആൻറ്റിക്ക് ഇഷ്ടം ഏത് kind of colors ആൻറ്റിക്ക് ഇഷ്ടം like trying to figure it out but at the same time they're asking me questions and I'm trying to be like and it was so stressful man. And then ഇടയ്ക്ക് അവരെന്നോട് ചോദിച്ചു മോൾക്ക് തന്നെയല്ലേ സാരി നോക്കുന്നത് അല്ലാതെ അമ്മയ്ക്കല്ലല്ലോ എന്ന് ചോദിച്ചു. And I was like yeah. And then later on I was like oh my gosh ഇനിയിപ്പോൾ വ്യത്യാസം ഉണ്ടോ പിള്ളേർക്ക് എടുക്കുന്ന സാരിയും അഡൾട്ട്സിന് എടുക്കുന്ന സാരി. So I asked them and they were like ഇത് രണ്ടുപേർക്കും ഇടാവുന്ന ടൈപ്പ്. So I was like phew okay this is good. And Adiyam we picked out this like blue one which is really pretty and they were trying to convince me to get that one but I saw like Shijandi like looking at the other one and she was like oh graying blue kuda varuna rasam undallo like a variety aanallo and I was like this is the one. And already like I was getting so excited but then I was like you must contain your excitement. And then the next hardest bit was trying to convince Shibu uncle to buy a shirt or a jubba. I wasn't sure like uncle ku endayirikku ishtapadunne but then I really wanted like oru nalloru function o allengi oru kalyanathinno okke idan pattuna oru type oru sadhanam and adum njangal avade irunnu kore vadakadichu. Then all the like staff were laughing at us. Then uncle finally സമ്മതിച്ചു എന്നിട്ട് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. And then finally we found one that we all like എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കളറും ഡിസൈനും എല്ലാം കൂടി. And then payment കൊടുക്കാറായപ്പോഴത്തേക്ക് I saw auntie give the phone to uncle and I was like അവര് ഗൂഗിൾ പേ ചെയ്യാനായിരിക്കും നോക്കുന്നത്. So I like snatched the phone off him. But uncle did a clock. He was so cute. And then like payment കൊടുക്കാൻ he was like അതുകൊണ്ടാണോ നീ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചെടുത്തത്. But I'm really 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 happy that I got to do that. I know like ചിലപ്പോൾ കാണുന്നവർക്കൊക്കെ തോന്നുമായിരിക്കും like it's not that deep like അത്ര വലിയ സംഭവം ഒന്നുമല്ല. But ഞാൻ ആദ്യമായിട്ടാണ് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കുന്നത്. I'm just so excited like അവരുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി. Like uncle obviously knows the shirt is for him പക്ഷേ ആൻറ്റിക്കാണ് സാരി എന്നുള്ള കാര്യം രണ്ടുപേർക്കും അറിയത്തില്ല. So നീ പോയി പറയാം. Cuerpito que tú tienes el traje de baño chiquitito te queda. നിങ്ങൾ പറഞ്ഞു എന്റെ മുടി അയച്ചിടുമ്പോ ഭദ്രകാളിയെ പോലെ ഉള്ളു. ഞങ്ങള് പുറത്ത് പോയിട്ട് സാധനങ്ങൾ മേടിച്ചു ഷർട്ട് മേടിച്ചു സാരി മേടിച്ചു കാണിക്കണ്ടേ. ഞങ്ങൾ വേറൊരു സാരി മേടിച്ചു ഒരു ഗ്രേ കളറിന്റെ സാരി വിത്ത് ലൈക്ക് ബ്ലൂ ബോർഡർ. ഇതിട്ട് നല്ല ചേർച്ചല്ലായിരുന്നോ? ഇത് ആർക്കാന്നറിയാവോ? എനിക്കിതല്ല ഇഷ്ടമായി. ഇത് പ്ലാൻ ചെയ്താ കൊണ്ടായി. എനിക്കറിയാം ആന്റി പറഞ്ഞ സമ്മതിക്കത്തില്ല. Guys, auntie was such a cutie pie. I was like, എന്തിനാ ആന്റിയിൽ ഉണ്ട് ഈ കളർ? I was like, yeah, പക്ഷെ ഞാൻ തന്നതില്ലല്ലോ ഈ കളറിന്. അതായത് ആന്റി was like, നിനക്കൊരു ജോലിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് മതി ഇതൊക്കെ. ലൈക്ക് ഞാൻ തന്നെ എന്നോട് ഒന്ന് ചോദിച്ചോളാം മേടിച്ചിട്ടുള്ള സമയം. I was like, ആന്റി എനിക്ക് ജോലി ഉണ്ട്, എൻ്റെ പൈസ ഉണ്ട്, ഞാൻ ഇല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന വെറുതെ ആണോ? So yeah, അത്രയൊക്കെ ഉള്ളൂ. Hope you guys enjoyed this video. Please go like, share, comment, subscribe എല്ലാം ചെയ്യൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം. Bye. इश्क में तेरे अनाउंस कर दिया ओ तेरे लिए दिल कुणी